യേശുവിൽ സ്നേഹമുള്ളവരെ, ജ്ഞാന വചസ് ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ച് സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യും. ഹാലേലൂയാ, 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 ഹാലേലൂയാ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹാലേലൂയാ, 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 ഹാലേലൂയാ. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെ ഈശോയെ സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. തിരുരക്തത്തിന്റെ സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. റോമ 3:25-26, 1 യോഹന്നാൻ 1:7, എഫേസുസ് 1:7, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21, 1 പത്രോസ് 1:18, വെളിപാട് 12:11 ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും തിരുരക്തത്താൽ ഈ നിമിഷം കഴുകി വിശുദ്ധീകരിക്കണമേ, സംരക്ഷിക്കണമേ. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളില്, ഞങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങള്, ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങള്, ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം ഈ നിമിഷം തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ, സംരക്ഷിക്കണമേ. ഹാലേലൂയാ, 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 ഹാലേലൂയാ. വചനത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും ഈ നിമിഷം ഈശോയെ സംരക്ഷിക്കണമേ. ജോബ് 1:10, സക്രിയ 2:5, സക്രിയ 9:8, 2 മക്കബായ 8:18, സങ്കീർത്തനം 147:13 ഈശോയെ, കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കണം. ഈശോയെ, ഈ നിമിഷം ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഈശോയെ, ഈ ദിവസം ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് ആഴമായ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. ഹാലേലൂയാ, 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 ഹാലേലൂയാ. ഏശയ്യ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 16:19, യോഹന്നാൻ 20:23, മത്തായി 8:16, സങ്കീർത്തനം 107:20, എഫേസുസ് 6:17, ലൂക്ക 10:19, മത്തായി 16:16-18 വചനത്തിലൂടെ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷം സമർപ്പിക്കുന്ന ഈശോയെ, വചനത്തിന്റെ യോഗ്യതയാലും വചനത്തിന്റെ ശക്തിയാൽ നിന്നുകൊണ്ടും അവിടുത്തെ നാമത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ഫിലിപ്പിയർ 2:9-11 വരെയുള്ള വചനത്തിലൂടെയും അപ്പസ്തലന്മാർ 4:12-ലൂടെയും റോമ 10:13-ലൂടെയും അപ്പസ്തലന്മാർ 2:21-ലൂടെയും ജോയൽ 2:32-ലൂടെയും ഈശോയെ, വിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് 1 കൊരിന്തോസ് 1:10-ലൂടെയും പൗരോഹിത്യ ശുശ്രൂഷ അധികാരത്തിൽ നിന്നുകൊണ്ട് മർക്കോസ് 3:14-15, ലൂക്ക 9:1-2, 1 യോഹന്നാൻ 3:8 പ്രത്യേകമായ കൃപയിൽ നിന്നുകൊണ്ട് ഈശോയെ, ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. എല്ലാ വിധത്തിലുള്ള അന്തരീക്ഷ ശക്തികളെ, അനുസരണക്കേടിന്റെ അരൂപികളെ, വിമത ചിന്താഗതികളെ, എതിർപ്പുകളെ, എഫേസുസ് 2:2, എഫേസുസ് 5:6, ഏശയ്യ 30:1, നിയമാവർത്തനം 21:30, 1 ശമൂവേൽ 15:23, ജെറമ്യ 11:8-ലൂടെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയ. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകൾ, ഈശോയെ, തലമുറകളായിട്ട് ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥകള്, ദീർഘനാള് ബന്ധനത്തിലായിരിക്കുന്ന അവസ്ഥകൾ, ബാറൂക്ക് 4:35 അവസ്ഥകൾ, എഫേഷ്യൻസ് 3:5-ലൂടെ യേശു നാമത്തിൽ ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ, ഞങ്ങളിലെ ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലുള്ള ഇതിന്റെ സ്വാധീനങ്ങളെ യേശു നാമത്തിൽ, യേശു നാമത്തിൽ, വർഷങ്ങളായിട്ട് പീഡിപ്പിക്കുന്ന സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകളെ, അൺക്ലീൻ സ്പിരിറ്റുകളെ, ബന്ധങ്ങളെ, ആത്മീയ വളർച്ചയെ, ഭൗതിക വളർച്ചയെ, ദൈവം ഉയർത്ത അവസ്ഥകളിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ദീർഘനാളിൽ പ്രവർത്തിക്കുന്ന അൺക്ലീൻ സ്പിരിറ്റുകളെ, അശുദ്ധാത്മാക്കളെ യേശുനാമത്തിൽ, യേശുനാമത്തിൽ ബന്ധിക്കുന്ന, ബഹിഷ്കരിക്കുന്ന. ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. ഈശോയെ, ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ ഈശോയെ നിമിഷം
ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിലേക്ക് അമ്മമാതാവിന്റെ വിമല ഹൃദയം വഴിയായി സമർപ്പിക്കുന്ന ഈശോയെ, എല്ലാ അശുദ്ധാത്മാക്കളുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഇവരെ വിമുക്തരാക്കിയിട്ട് ഈശോ ഇന്ന് ശ്രവിക്കാൻ പോകുന്ന വചനത്തിന്റെ ആഴങ്ങൾ ബോധ്യമാവാൻ വേണ്ടി അവിടെ മനസ്സിന്റെ കവാടങ്ങളെ തുറക്കണമേ, ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറക്കണമേ, അവിടെ കാതുകളെ തുറക്കണമേ. അതിനായി തടസ്സം നിൽക്കുന്ന എല്ലാ അശുദ്ധവരികളെയും കൂട്ടത്തോടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മീയ വളർച്ചയെ, കൃപയിലുള്ള വളർച്ചയെ, സാമ്പത്തിക വളർച്ചയെ, പഠനത്തിലുള്ള വളർച്ചയെ, കുടുംബത്തിലെ സമാധാനം തകർക്കുന്ന അശുദ്ധ രൂപികള്, ഡിമോണിക് സ്പിരിറ്റ്സുകള്, അതിലെ തോബിത്ത് 3:8 രൂപികള് യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. വ്യഭിചാര ദുർഭൂതത്തിന്റെ സ്വാധീനങ്ങള് ഹോസിയ 5:4, ഹോസിയ 4:12, 1 യോഹന്നാൻ 2:15-16, എസെക്കിയേൽ 20:7-8, 2 പത്രോസ് 2:14, നാഹൂം 3:4, മത്തായി 5:28 അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തലമുറകളിലൂടെ ഇടപെടുന്ന വ്യക്തികളിലൂടെയും ഞങ്ങളിൽ നിന്നും വരുന്ന എല്ലാ തരത്തിലുള്ള സ്ലേയിങ് സ്പിരിറ്റുകളുടെ സ്വാധീനങ്ങൾ, കായന്റെ രൂപികള്, ക്ഷമിക്കാനും പൊറുക്കാനും വിസ്മതിക്കുന്ന സ്വഭാവ രീതിയുടെ പുറകെയുള്ള കായൻ സ്പിരിറ്റിനെ ഉൽപ്പത്തി 4:5 1 യോഹന്നാൻ 3:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെയും വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷത്തിന്റെ വേരുകളെ ഹെബ്രായർ 12:14-15 വചനത്തിലൂടെയും കടുത്ത വൈരാഗ്യത്തിന്റെ മനോഭാവങ്ങളെ അപ്പോസ്തലനോട് 8:23 വിട്ടുമാറാത്ത രോഷത്തിന്റെ അരൂപികളെ എഫേഷ്യൻസ് 4:31, കൊളോസസ് 3:8 സങ്കീർത്തനം 109 3 മുതൽ 5 വരെയുള്ള വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വിധത്തിലും തകർക്കാൻ വേണ്ടി തലമുറകളെ തന്നെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ ഒരുക്കുന്ന എല്ലാ തരത്തിലുള്ള മന്ത്രവാദ ശക്തികളെ വിശുദ്ധ സിപ്രിയാന്റെ പ്രത്യേകമായ മധ്യസ്ഥയിൽ നിന്നുകൊണ്ട് ഏഷ്യ 34:14 യേശുനാമത്തിൽ, നിയമാവർത്തനം 18:4 മുതൽ 6 വരെ വചനത്തിലൂടെ യേശുനാമത്തിൽ മന്ത്രച്ചരടുകൾ എസെക്കിയേൽ 13:20 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹത്തിൽ വളർത്തണമേ, അവിടുത്തെ ജ്ഞാനത്തിൽ വളർത്തണമേ. ജ്ഞാന ചൈതന്യം, ജ്ഞാനം 7:7 ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമ 5:5 ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യാ 66:2. ഏശയ്യാ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഏശയ്യാ 34:16. ഏശയ്യാ 34:16. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് നാം
ധ്യാനിക്കുക ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. 1 കൊരിന്തോസ് 2:6 നാം ഇങ്ങനെ വായിക്കുന്നു: പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു. ജോബ് 8:10. ജോബ് 8:10. അവർ നിന്നെ പഠിപ്പിക്കും, വിജ്ഞാന വചസ്സുകൾ നിനക്ക് ഉപദേശിച്ചു തരും. വിജ്ഞാന വചസ് അത് പക്വമതികൾക്ക് ഉള്ളതാണ്. പിതാക്കന്മാർ ആണത് പങ്കുവെക്കുക. ജോബ് 8:8. ജോബ് 8:8. ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, കടന്നുപോയ തലമുറകളോട് ആരായുക, പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക. പിതാക്കന്മാരുടെ അനുഭവം. വിജ്ഞാന വചസ്സുകള് അവരിലൂടെ ലഭിക്കുന്നത് ദൈവം നമുക്ക് മുമ്പേ അവരെ പക്വതയിലേക്ക് നയിച്ച് ആ പക്വതയുടെ പാതയിൽ ദൈവം അനുവദിക്കുന്ന വിധത്തിൽ കൂടുതൽ പക്വതയിലേക്ക് വളരുക. ഈ പക്വതയിലേക്ക് വളരാൻ ആവശ്യമായ കാര്യങ്ങൾ നാം നാളിതുവരെ കേട്ട വളരെ ഉപരിവിപ്ലവമായ ദൈവിക കാര്യങ്ങളല്ല. അതാണ് ഹെബ്രായർ 5:14 നാം വായിക്കുക. ഹെബ്രായർ 5:14. കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മതിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ്. പക്വതയുള്ളവരുടെ കൂട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക വിവേചിച്ചറിയാനുള്ള കൃപയാണ്. അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും ആത്മീയ പിതാവ് ഉണ്ടാകണമെന്ന് പറയുന്നത്. 1 കൊരിന്തോസ് 4:15. 1 കൊരിന്തോസ് 4:15. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. യേശു ക്രിസ്തുവിൽ ജന്മം നൽകുന്നവരാണ് നമ്മളെ പക്വതയിലേക്ക് നയിക്കുന്നത്. വിശുദ്ധരായിരിക്കും. ആ വിശുദ്ധരുടെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടി ഉണ്ടായിരിക്കും. അതാണ് കൊളോസസ് 2:5 നാം വായിക്കുന്നത്. കൊളോസോസ് 2:5. ഞാൻ ശാരീരികമായി നിങ്ങളിൽ നിന്നും വിദൂരസ്ഥനാണെങ്കിലും ആത്മാവിൽ നിങ്ങളുടെ കൂടെയാണ്. നിങ്ങളുടെ ജീവിതക്രമവും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും കണ്ട് ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് ആത്മീയ പിതാക്കന്മാരെ നൽകും വിശുദ്ധരിലൂടെ. അവരാണ് ജ്ഞാനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുക. കാരണം നാം ജീവിക്കുന്ന ലോകത്തില് മനുഷ്യന്റെ അവസ്ഥകൾ വ്യത്യസ്തമാണ്. നാം കണ്ടുമുട്ടുന്നവരിൽ കുറേ പേർ ലൗകികരും വേറെ കുറേ പേർ ജഡികരും വളരെ കുറച്ച് പേർ ആത്മീയരുമാണ്. ഇതെല്ലാം നമുക്ക് തിരിച്ചറിയണം. നാം ഇടപെടുന്ന വ്യക്തികളിൽ ഏത് ആത്മാവാണ് പ്രവർത്തിക്കണേന്ന് അറിയണം. 1 കൊരിന്തോസ് 2:14. 1 കൊരിന്തോസ് 2:14. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകിയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. 1 കൊരിന്തോസ് 2:15. 1 കൊരിന്തോസ് 2:15. ആത്മീയ മനുഷ്യൻ
എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. 1 കൊരിന്തോസ് 3:1. 1 കോരിന്തോസ് 3:1. സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോടെന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോടെന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോടെന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ ആ സമൂഹത്തിൽ ഇന്ന് സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളിലും കാണുന്ന എല്ലാ തരത്തിലുള്ള തിന്മകളും ഉണ്ടായിരുന്നു. അതിനെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതുമ്പോൾ ഒരു വിശുദ്ധമായ പ്രബോധനമാണ് ജ്ഞാനത്തിലൂടെ നൽകുന്നത്. നാം ആത്മീയ മനുഷ്യരായി രൂപാന്തരപ്പെടുന്നത് ഹൃദയത്തിൽ ഉള്ള പ്രബോധനങ്ങൾക്കനുസരിച്ചാണ്. ഹൃദയം എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുക 4 മേഖലകളെ സ്വാധീനിക്കുന്നതായിട്ടാണ്. മനസാക്ഷി, ബുദ്ധി, ഇച്ഛാശക്തി, വികാരം. ഈ 4 മേഖലകളെയും സ്വാധീനിക്കുന്നുണ്ട്. അവിടെയാണ് പിതാക്കന്മാര് അവർക്ക് ലഭിക്കുന്ന ജ്ഞാനം നമ്മുടെ മനസാക്ഷിയിലേക്കും അതുപോലെ നമ്മുടെ ബുദ്ധിയിലേക്കും നമ്മുടെ ഇച്ഛാശക്തിയിലേക്കും നമ്മുടെ വൈകാരിക പക്വതയിലേക്കും നമുക്ക് മാതൃകയാകുക. ഈ ഒരാഴ്ച പെസഹ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ വിജ്ഞാന വചസ്സ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്തു അതാണ് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത്. ദൈവം ചെയ്ത കാര്യങ്ങളോട് ഞാൻ എങ്ങനെ പ്രത്യുത്തിരിക്കുന്നു, ഈശോയുടെ മനസ്സറിയുക. ഈ ആഴ്ചയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. 1 കൊരിന്തോസ് 2:16. 1 കോരിന്തോസ് 2:16. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. റോമ 11:34. റോമ 11:34. എന്തെന്നാൽ ദൈവത്തിന്റെ മനസ്സറിഞ്ഞതാര്? അവിടുത്തേക്ക് ഉപദേഷ്ടാവായതാര്? 1 കൊരിന്തോസ് 2:6. 1 കോരിന്തോസ് 2:6. എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല. ലൗകിക വിജ്ഞാനം. ഗ്രീക്കുകാർക്ക് വിജ്ഞാനം അന്വേഷിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഇന്നും ആ സ്വഭാവ വിശേഷത ദൈവവചനത്തിലേക്ക് വരുന്നവരിലും കാണാനായിട്ട് ഇടയാകുന്നുണ്ട്. അതൊരു ബുദ്ധിപരമായ ജിജ്ഞാസയാണ്. ഓരോ വ്യക്തിയിൽ നിന്നും വരുന്ന തത്വശാസ്ത്രം സ്വീകരിക്കുക, പൂർണ്ണ സത്യത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കാതെ പുതിയത് തേടി നടക്കുക. ആ ഒരു പ്രവണത ഇന്നും പല മനുഷ്യരിലും കാണാൻ സാധിക്കും. അപ്പസ്തോല നടപടി 17:21. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17:21. എല്ലാ ആഥൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല. ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നാല് ദൈവ മനസ്സറിയുക, ദൈവജ്ഞാനം അതിലൂടെ ലഭിക്കുക എന്നുള്ളതാണ്. ഹൃദയത്തിൽ സംഗ്രഹിക്കണമെങ്കിൽ ധ്യാനാത്മകമായി വചനത്തെ സ്വീകരിക്കണം. ധ്യാനാത്മകമായി വചനത്തെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ വചനം
ഒരു പ്രയോജനവും ചെയ്യില്ല. ജ്ഞാനികളാക്കുന്നത് വിശുദ്ധ ലിഖിതം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് വഴിയായിട്ടാണ്. അതാണ് 2 തിമോത്തി 3:15 നാം വായിക്കുക. 2 തിമോത്തി 3:15 യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. ബാല്യം മുതൽ പഠിച്ചറിഞ്ഞത് ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ സംഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അത് മാതാവിന്റെ പ്രത്യേകമായ കൃപയാണത്. ലൂക്ക 2:19, 2:51. ലൂക്ക 2:19 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ലൂക്ക 2:51 പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോഴാണ് അത് കൃപാവരമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അതൊരു പുതിയൊരു പഠനം. ഹെബ്രായർ 13:9. ഹെബ്രായർ 13:9 വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല, കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. പുതിയത് അവതരിപ്പിക്കുന്നതിൻ്റെ പുറകെ ആ കാലഘട്ടത്തിന്റെ തത്വശാസ്ത്രങ്ങൾ ദൈവശാസ്ത്രങ്ങളാക്കുമ്പോൾ അത് വിശ്വാസ വളർച്ചയ്ക്ക് ഉപയുക്തമാകാതെ വിശ്വാസത്തിന്റെ നാശത്തിലേക്കും ഇല്ലായ്മയിലേക്കും നയിക്കുമെന്ന് ചരിത്രം സാക്ഷ്യമാണ്. കൊളോസോസ് 2:8. കൊളോസോസ് 2:8 ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തകൾക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1 തിമോത്തി 6:20-21. 1 തിമോത്തി 6:20-21 തിരുവചനങ്ങൾ. അല്ലയോ തിമോത്തേയോസേ, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. അധാർമികളായ വ്യർത്ഥഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിന്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഇവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്നു തീർത്തും അകന്നു പോയിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിന്നോട് കൂടി ഉണ്ടാകട്ടെ, നിന്റെ ആത്മാവിനോട് കൂടി ഉണ്ടാകട്ടെ. അത് ഉണ്ടാകുന്നത് ബുദ്ധിയിലേക്ക് ഇങ്ങനെ ജിജ്ഞാസത്തിന് വേണ്ടിയിട്ടും മനസ്സിനും വികാരത്തിനും ഒരു സുഖം കിട്ടാൻ വേണ്ടി വചനം ശ്രവിച്ച് കളഞ്ഞാൽ അത് ലഭിക്കില്ല. അതിനെ രാവും പകലും ധ്യാനിക്കണം എന്ന് പറയും. ദൈവം തരുന്ന ഓരോ വിജ്ഞാന വചസ്സുകളെ, ആത്മീയ പിതാക്കന്മാരിലൂടെ പകർന്നു തന്ന മാതൃകകളെ രാവും പകലും ധ്യാനിക്കും. ജോഷുവ 1:8. ജോഷുവ 1:8 ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. സങ്കീർത്തനം 1:2. സങ്കീർത്തനങ്ങൾ 1:2 അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. രാവും പകലും ധ്യാനിച്ച് അവിടുത്തെ വചനത്തിൽ ആനന്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നതാണ് ദൈവത്തിൻ്റെ മനസ്സറിയുകയും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്കുള്ള ഉയർച്ച. ഇനി ഈ ഒരു വചനത്തിൽ തന്നെ നാം കാണുന്ന വേറൊരു പദമാണ്
നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവും അല്ല. നാം ജീവിക്കുന്ന സംസ്കാരത്തിൻ്റെ, ഭരണ സംവിധാനത്തിൻ്റെ, വിദ്യാഭ്യാസ രീതികളുടെ സാംസ്കാരിക ഒരു അവസ്ഥ ആണ് അധികാരികളുടെ വിജ്ഞാനം. ഈശോയെ ഇല്ലാതാക്കാൻ ചേർന്നത് അധികാരികളുടെ വിജ്ഞാനത്തെ കേന്ദ്രീകരിച്ചാണ്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ? ജ്ഞാനം നമുക്ക് നഷ്ടപ്പെടാൻ ഉള്ള സാധ്യതകൾ വ്യർത്ഥമായി വൈകുന്നേരങ്ങളിലുള്ള TV-യിലുള്ള അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാന പ്രഘോഷണങ്ങൾ കേട്ടിരുന്നാൽ മതി. ഈ സമ്പാദിക്കുന്ന രാവും പകലും ധ്യാനിക്കാൻ ദൈവം തരുന്ന വചനത്തിന് പകരം അവർ പറയുന്ന അവരുടേതായ വിജ്ഞാനം കൊണ്ട് നമ്മൾ പിന്നെ ഇടപെടുന്ന വ്യക്തികളോടും തുടർന്ന് സംഭാഷിക്കാൻ പോകുന്നതും ചർച്ചയിൽ ഇടപെടാൻ പോകുന്നതും അത്തരം കാര്യങ്ങളാവുമ്പോൾ നാം അധികാരികളുടെ വിജ്ഞാനത്തിന്റെ ഭാഗമായി കൃപ നഷ്ടപ്പെടുത്തുന്നവരായിരിക്കും. 2 തിമോത്തി 2:14. 2 തിമോത്തി 2:14. ഇത് അവരെ അനുസ്മരിപ്പിക്കുക. വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക. ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല, ശ്രോതാക്കളെ നശിപ്പിക്കുകയേ ഉള്ളൂ. ജോബ് 15:3. ജോബ് 15:3. നിഷ്പ്രയോജനമായ വിവാദത്തിൽ അവൻ ഏർപ്പെടുമോ? ഉപകാരമില്ലാത്ത വാക്കുകൾ അവൻ ഉപയോഗിക്കുമോ? ഉപകാരമില്ലാത്ത വാക്കുകള് ആയുധമാക്കുന്ന പ്രവണത നമ്മിലുണ്ടോ? ഏശയ്യ 36:5. ഏശയ്യ 36:5. വെറും വാക്ക് യുദ്ധതന്ത്രവും യുദ്ധത്തിന്റെ ശക്തിയുമാകുമെന്ന് നീ വിചാരിക്കുന്നുവോ? എന്നെ എതിർക്കാൻ തക്കവിധം നീ ആരിലാണ് ആശ്രയിക്കുന്നത്? 1 തിമോത്തി 1:6. 1 തിമോത്തി 1:6. ചില ആളുകൾ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് അർദ്ധശൂന്യമായ ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. 1 കൊരിന്തോസ് 3:3. 1 കൊരിന്തോസ് 3:3. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ? അധികാരികളുടെ വിജ്ഞാനത്തിന് വേറൊരു തലമുണ്ട്. അത് പൈശാചിക അധികാരികളുടെ തലമാണ്. നാം ജീവിക്കുന്ന ഈ ലോകത്ത് പൈശാചിക അധികാരികൾ അദൃശ്യമായിട്ട് എല്ലാ സംവിധാനങ്ങളെയും സ്വാധീനിക്കാൻ വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് വിവേചിച്ചറിയണം. വെളിപാട് 2:24. വെളിപാട് 2:24. സാത്താന്റെ രഹസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കാത്തവരുമായി തിയതൈരയിൽ ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മേൽ വേറെ ഭാരം ചുമത്തുന്നില്ല. 1 തിമോത്തി 4:1-2. 1 തിമോത്തി 4:1-2 തിരുവചനങ്ങൾ. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു.
അത് നമുക്ക് ചുറ്റും വലിയ കോട്ടകളായിട്ട്, ദുഃഖമായ കോട്ടകളായിട്ട് രൂപാന്തരപ്പെടും. പിന്നെ ദൈവത്തിന്റെ ജ്ഞാനോ അത് ആർക്ക് വേണം എന്ന് ചോദിക്കുന്ന വിധത്തിലേക്ക് മാറുന്ന അവസ്ഥ ഈ പൈശാചിക അധികാരികൾ ഉണ്ടാക്കുന്നുണ്ട്. ഏശയ 25:12. ഏശയ്യ 25:12. അവന്റെ ഉന്നതമായ കോട്ടകളെ അവിടുന്ന് തകർത്ത് താഴെയിട്ട് പൊടിയാക്കി കളയും. 2 Corinthians 10:4. 2 Corinthians 10:4. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. നമ്മുടെ മനസ്സാക്ഷിയിലേക്കും ബുദ്ധിയിലേക്കും ഇച്ഛയിലേക്കും വികാരങ്ങളിലേക്കും ഇത് നുഴഞ്ഞു കയറുന്നത് തന്ത്രപൂർവമായി പ്രഥമമായി നമ്മുടെ ചിന്തകളെ വ്യതിചലിച്ചുകൊണ്ടാണ്. ആണ് 2 Corinthians 11:3 നാം വായിക്കുക. 2 Corinthians 11:3. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് സ്വർഗീയ ഇടങ്ങളിലും ചെന്നുപെടാറുണ്ട്. എഫേസസ് 6:12. എഫേസൂസ് 6:12. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഇവിടെയാണ് ഈ അധികാരികള്, ഈ ലോകത്തിന്റെ ദേവൻ മനസ്സുകളെ, മനസ്സാക്ഷിയെ, ഹൃദയത്തെ, വികാരത്തെ ഒക്കെ അന്ധമാക്കുന്നത്. 2 Corinthians 4:4. 2 Corinthians 4:4. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈശോ ഈ ലോകത്തിന്റെ അധികാരിയെ കുറിച്ച് യോഹന്നാൻ 12:31 പറയുന്നുണ്ട്. യോഹന്നാൻ 12:31. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഇങ്ങനെ ആയിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് ലൗകികവും കാലത്തിന്റെ അധികാരികളും അദൃശ്യമായ അധികാരികളുടെയും വിജ്ഞാനത്തിന്റെ സ്വാധീനം കൊണ്ട് എല്ലാ തിന്മകൾക്കും അടിമപ്പെട്ട ആ സമൂഹത്തോടാണ് പൗലോസ്ലീഹ 2 Corinthians 6:7 പറയുന്നത്, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. രഹസ്യം. എഫേസസ് 3:5. എഫേസൂസ് 3:5. ഇപ്പോൾ അവിടുത്തെ വിശ്വസ്തരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. മറ്റു തലമുറകൾക്ക് ഇത് രഹസ്യമായിരുന്നു. ദൈവിക ജ്ഞാനം നമുക്ക് രഹസ്യമല്ല. നാം അതിലേക്ക് നോക്കാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കുറവാണ് നാം ആവർത്തന പാപങ്ങളിലേക്ക് പോകുന്നതിൻ്റെയും അടിമത്തത്തിലാകുന്നതിൻ്റെയും പുറകെയുള്ള കാരണം. വിശുദ്ധമായ ദൈവിക ജ്ഞാനം. എഫേസസ് 3:9. എഫേസൂസ് 3:9. സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു.
പൗലോസ്ലീഹായ്ക്ക് അത് നൽകപ്പെട്ട് പൗലോസ്ലീഹ അത് നൽകുകയും നമ്മുടെ കരങ്ങളിൽ അത് ആയിരിക്കുകയും ചെയ്തിട്ട് പോലും ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്യുന്നു? രാവും പകലും പൗലോസ്ലീഹ പകർന്നു തരുന്ന ഈ ആത്മീയ പിതാവിനിലൂടെ ലഭിക്കുന്ന രഹസ്യങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ എന്താണ് എനിക്ക് തടസ്സം? ഇവിടെയാണ് നമുക്ക് വെല്ലുവിളി വരുന്നത്. കാരണം ഈ രഹസ്യം എന്നുള്ളത് അനന്തമായ ഒന്നാണ്. വെളിപ്പെടുന്നത് അതിൻ്റെ സ്വീകാര്യതയ്ക്ക് അനുസരിച്ചാണ്. പൂർണ്ണത അത് നിത്യതയിലാണ്. ഒത്തിരി രഹസ്യങ്ങൾ ദൈവികമായിട്ടുണ്ട്. ഏശയ്യ 45:3. ഏശയ്യ 45:3. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. രഹസ്യ ധനശേഖരം, ആത്മീയ രഹസ്യ ധനശേഖരം പേര് ചൊല്ലി നൽകാനാണ് ദൈവം വിളിക്കുന്നത്. ദാനിയേൽ 2:22. ദാനിയേൽ 2:22. അഗാധവും അജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നു. പ്രകാശം അവിടുത്തോടൊപ്പം വസിക്കുന്നു. ജെറമിയ 33:3. ജെറമിയ 33:3. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ബുദ്ധിക്ക് അതീതമായ മഹത്വമാണ് രഹസ്യം. ആ രഹസ്യം എത്രത്തോളം മനസ്സിലാക്കുന്നു അത്രത്തോളം എനിക്ക് ഇല്ല എന്ന് ബോധ്യമാകുന്ന എളിയ ഒരു അവസ്ഥയിൽ നിന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. യാക്കോബ് 1:5. യാക്കോബ് 1:5. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. കിട്ടും തോറും ഇല്ല, ഒന്നുമില്ല, ഒന്നുമല്ല, ഞാൻ ആരുമല്ല, അല്പം കിട്ടുമ്പോഴേക്കും എല്ലാം കിട്ടിയെന്നുള്ള ഭാവത്തിൽ നടക്കാനും പ്രഘോഷിക്കാനും വാദിക്കാനും ആണ് പലരും ദൈവിക ജ്ഞാനത്തിൻ്റെ അംശങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടിയാണിതെല്ലാം. മഹത്വം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, വചനമാംസമായി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, യോഹന്നാൻ 1:14 പറഞ്ഞ ആ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് യോഹന്നാൻ 12:24 മാംസം ധരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതാണ് യോഹന്നാൻ 10:35. യോഹന്നാൻ 10:35. വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുമോ അവരെ ദൈവങ്ങൾ എന്നവൻ വിളിച്ചു. ദൈവിക സ്വഭാവങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് രാവും പകലും ധ്യാനിക്കുമ്പോൾ പകർന്നു വരികയാണ് ചെയ്യുന്നത്. സങ്കീർത്തനം 82:6. സങ്കീർത്തനങ്ങൾ 82:6. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്. നിങ്ങൾ എല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. ദൈവിക മഹത്വത്തിന്റെ അംശങ്ങൾ വളർന്നു വരുന്നതിനെ ഏശയ്യ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏശയ്യ 60:1-5 വരെയുള്ള വചനങ്ങൾ. ഏശയ്യ 60:1-5 വരെ തിരുവചനങ്ങൾ. ഉണർന്നു പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു.
കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കി കാണുക. അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും. പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും. ഇത്ര വലിയ ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നു. ഈ കാര്യങ്ങളൊന്നും ലോക വിജ്ഞാനത്തിൽ നിന്നോ അധികാരികളുടെ വിജ്ഞാനത്തിൽ നിന്നോ ലഭിക്കില്ല. അവർക്ക് ഇത് ഗ്രഹിക്കാൻ തന്നെ സാധിക്കില്ല. അതുകൊണ്ടല്ലേ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറച്ചത്. ഈ മഹത്വം അറിഞ്ഞാൽ ആരവിടത്തെ ക്രൂശിക്കും? ഇതാണ് പൗലോസ് ശ്ലീഹ 1 കൊരിന്തോസ് 2:8 നമ്മുടെ മുമ്പേ വെക്കുന്നത്. 1 കൊരിന്തോസ് 2:8. ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. ആരാണ് ഈശോ എന്ന് വ്യക്തമായിട്ട് പിശാചിനറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും അവിടുത്തെ നാമം അവർ തന്നെ പറയുന്നത്. മർക്കോസ് 1:24. മർക്കോസ് 1:24. അവൻ അലറി, നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യാക്കോബ് 2:19. യാക്കോബ് 2:19. ദൈവമേകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. യാക്കോബ് 2:19 അറിയാം. പിശാചുകൾക്ക് ഈശോയെ അറിയാമെങ്കിലും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പദ്ധതികൾ അവർക്ക് ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അറിയുന്നില്ല, അറിയാൻ സാധിക്കുകയും ഇല്ല. മഹത്വത്തിന്റെ പദ്ധതിയായിരുന്നു മരണത്തിന്മേൽ ആധിപത്യമുണ്ടാവുകയും മനുഷ്യന് നിത്യത വീണ്ടും പ്രാപിക്കാൻ ഉള്ള ഒരു വഴി ഈശോ അവിടുത്തെ മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ മനുഷ്യകുലത്തിന് നൽകുന്നത്. ഹെബ്രായർ 2:15. ഹെബ്രായർ 2:15. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. 1 കൊരിന്തോസ് 15:26. 1 കൊരിന്തോസ് 15:26. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു ശുഭമായ ഭാവിയുണ്ട്, മഹത്വത്തിന്റെ ഭാവിയുണ്ട്. അത് പിശാചിന് അറിയില്ല. ഈശോ ജെറമിയ 29:11 വാഗ്ദാനം ചെയ്യുന്ന ശുഭമായ ഭാവിയും പ്രത്യാശയും നാം അവിടത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ജെറമിയ 29:11
13 നാം മനസ്സിലാക്കുന്നത്. ജെറമ്യ 29:13. എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിയമാവർത്തനം 4:29. നിയമാവർത്തനം 4:29. എന്നാൽ അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അന്വേഷിച്ചാൽ നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും. ഹെബ്രായർ 1:3 പറയുന്ന പോലെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമായ കർത്താവിനെ നാം കണ്ടെത്തും. ഹെബ്രായർ 1:3. ഹെബ്രായർ 1:3. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. മഹത്വത്തിന്റെ തേജസ്സും ജ്ഞാനവും പൂർണ്ണമായി ലഭിക്കുവാനും അതിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി പൗലോസ് ലീഹ എല്ലാം വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. ഫിലിപ്പിയ 3:8-9. ഫിലിപ്പി 3:8-9 തിരുവചനങ്ങൾ. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. 1 കോരിന്തോസ് 2:9. 1 കോരിന്തോസ് 2:9. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എഴുതിയിട്ടിരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ ഇവിടെ ഏശയ 64:4 പ്രാർത്ഥനയും നിയമാവർത്തനം 29:2-4 വരെയുള്ള മോശയുടെ വിലാപവും ചേർന്നതാണ്. ഏശയ്യ 64:4. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. നിയമാവർത്തനം 29:2-4 വരെയുള്ള വചനങ്ങൾ. നിയമാവർത്തനം 29:2-4 വരെ തിരുവചനങ്ങൾ. മോശ ഇസ്രായേൽ ജനത്തെ വിളിച്ചു കൂട്ടി പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ മുൻപാകെ ഈജിപ്തിൽ വെച്ച് ഫറവോയോടും അവന്റെ സേവകരോടും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങൾ നേരിൽ കണ്ട കഠിന പരീക്ഷണങ്ങളായ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും തന്നെ. എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്നുവരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. ഈ ഒരു അവസ്ഥ മനുഷ്യ മക്കളിൽ ഇന്നും കാണാൻ സാധിക്കും. ഏശയ 6:9-10. ഏശയ്യ 6:9-10 തിരുവചനങ്ങൾ. അവിടുന്ന് അരുളി ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. യോഹന്നാൻ 12:40.
യോഹന്നാൻ 12:40. അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. റോമ 11:8. റോമ 11:8. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ദൈവം അവർക്ക് നിദ്രാലസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത ചെവികളുമാണ് ഇന്നേവരെ നൽകിയത്. മത്തായി 13:15. മത്തായി 13:15. അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പോസ്തല നടപടി 28:26. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 28:26. നീ പോയി ഈ ജനത്തോട് പറയുക, നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. ഇതിനൊക്കെ കാരണം എന്തെന്ന് പൗലോസ് ലീഹ എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 2 പങ്കുവെക്കുന്നുണ്ട്. ഹെബ്രായർ 4:2. അവർക്കെന്നതുപോലെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. വിശ്വസിച്ചാലാണ് ദൈവ പദ്ധതി അനുസരിച്ച് അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സജ്ജമാക്കിയിരിക്കുന്ന മഹത്വം ദർശിക്കാൻ സാധിക്കുക. വിശ്വസിക്കുന്നത് വഴിയായി അവർ ദൈവമക്കളായി രൂപാന്തരപ്പെടുന്നു. യോഹന്നാൻ 1:12. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഗലാത്യ 3:26. ഗലാത്യ 3:26. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. പൗലോസ് ലീഹ വളരെയേറെ പ്രത്യാശയ ആണ് നമുക്ക് പങ്കുവെക്കുക. 1 കൊറിന്തോസ് 2:10. 1 കൊരിന്തോസ് 2:10. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ചു കണ്ടെത്തുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അത് ക്രിസ്തുവിൻ്റെ മനസ്സറിയാനുള്ള ആഴങ്ങൾ ലഭിക്കുന്നതും പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത അനന്തമായ ജ്ഞാനത്തെ നാം ദർശിക്കാൻ പ്രാപ്തരാകുന്നത് ഈ ആത്മാവ് മുഖാന്തരമാണ്. അതുകൊണ്ടാണ് ഈ ആഴത്തെക്കുറിച്ച് പൗലോസ് ലീഹ റോമ 11:33 പറയുക. റോമ 11:33. ഹാ, ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴം! അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം! സ്നേഹത്തിന്റെ ഉയരവും ആഴവും വീതിയും അങ്ങനെ പൂർണ്ണതയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. എഫേസുസ് 3:18. എഫേസുസ് 3:18.
എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ആത്മാവിനാല് നയിക്കപ്പെടുമ്പോൾ പിന്നെ ഒരിക്കലും ഈ ലോകത്തിൻ്റെ ഒരു സ്വാധീനങ്ങളും അദൃശ്യമോ ദൃശ്യമായ അധികാരികളുടെ ഒരു പ്രബോധനവും അവരെ സ്വാധീനിക്കില്ല. കാരണം അവർ പഠിപ്പിക്കപ്പെടുന്നത് ദൈവാത്മാവിനാലാണ്. 1 കൊരിന്തോസ് 2:13. 1 കൊരിന്തോസ് 2:13. തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവിനെ സ്വീകരിച്ചതുകൊണ്ട് അവർ പൂർണ്ണ ഹൃദയത്തോടെ ഏത് സമയവും അവിടുത്തെ അടുക്കിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് സാധിക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് ജെറമിയ 24:7 നമുക്ക് കാണാൻ സാധിക്കുക. ജെറമിയ 24:7. ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും. അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരും. അടഞ്ഞു കിടക്കുന്ന ഹൃദയ കവാടങ്ങൾ ആത്മാവ് തുറക്കും. അതാണ് ആത്മാവിന്റെ ശക്തി. നിയമാവർത്തനം 30:6 വായിക്കാൻ സാധിക്കും. നിയമാവർത്തനം 30:6. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനും വേണ്ടി അവിടുന്ന് നിന്റെയും നിന്റെ മക്കളുടെയും ഹൃദയ കവാടം തുറക്കും. ദൈവാത്മാവിന്റെ പ്രവർത്തനത്താൽ ദൈവിക ജ്ഞാനം പൂർണ്ണതയിൽ ലഭിക്കുമ്പോൾ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ലിഖിതമായി മാറുകയാണ് ചെയ്യുന്നത്. 2 കൊരിന്തോസ് 3:2-3. 2 കൊരിന്തോസ് 3:2-3 തിരുവചനങ്ങൾ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടതും സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ചെയ്യുന്നതുമായ ഞങ്ങളുടെ ശുപാർശ കത്ത് നിങ്ങൾ തന്നെയാണ്. മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകളിലല്ല, മനുഷ്യരുടെ ഹൃദയഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ ലിഖിതമാണ് നിങ്ങളെന്ന് വ്യക്തമാണ്. ദൈവത്തിന്റെ ജ്ഞാനം അങ്ങനെ സ്വന്തമാക്കുമ്പോഴാണ് പാപത്തിന്റെ സ്വാധീനത്താൽ നഷ്ടമായ മഹത്വവും ഐശ്വര്യവുമെല്ലാം പുനഃസ്ഥാപിക്കപ്പെടുന്നത്. ജെറമിയ 29:14. ജെറമിയ 29:14. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. കർത്താവ് അരുളി ചെയ്യുന്നു. മഹത്വത്തിന്റെ ദർശനത്തെ കുറിച്ച് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്. മത്തായി 13:16-17. മത്തായി 13:16-17 തിരുവചനങ്ങൾ. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. സത്യമായി നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. സങ്കീർത്തനം 19:8.
സങ്കീർത്തനങ്ങൾ 19:8. കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവമഹത്വം പരിശുദ്ധാത്മാവിലൂടെ ദർശിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന 3 പ്രത്യേകതകളാണ് നാം ഈ വചനത്തിൽ കാണുന്നത്. വിനീതരെ വിജ്ഞാനികളാക്കുന്നു. വിജ്ഞാന വചസ്സുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഫലമാണത്. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. മഹത്വത്തിന്റെ കർത്താവിനെ സ്വന്തമാക്കാനും ആ മഹത്വത്തിലേക്ക് വളരാനും അവിടുത്തെ മഹത്വത്തിന്റെ തേജസ് ഈ ലോകത്തിൽ പകരാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതിനായി നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കട്ടെ. പൗലോസ്ലീഹായുടെ പ്രാർത്ഥന നമുക്ക് ആത്മാവിൽ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എഫേസുസ് 1:17-18. എഫേസോസ് 1:17-18 തിരുവചനങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. മഹത്വത്തിന്റെ തേജസ്സിലേക്ക്, അവിടുത്തെ സ്നേഹത്തിന്റെ ആഴങ്ങൾ അനുഭവിക്കാനും ഈ ഒരു ആഴ്ച കാരണമാകട്ടെ. അതിനായി അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.